എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ ചുട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലി ബാജിക്കറിയാണ് ഇന്നത്തെ മോർണിംഗ് സ്പെഷ്യൽ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഞാനും ഏട്ടനും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് വന്നിട്ടാണ് ഉള്ളത്. ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ്. അലർജിയും ഇതെല്ലാം ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുമെന്ന്. നിച്ചോട്ടിനെ കൂട്ടിയിട്ടില്ല, നിച്ചോട്ടി വീട്ടിലാണ് ഉള്ളത്. നമ്മുടെ ധർമ്മശാല മെട്രോപോളിസിലാണ് കേട്ടോ പോകുന്നത്. വേഗം പോയിട്ട് അങ്ങ് വരാല. വീട്ടിൽ തക്കടോ ഏട്ടനെല്ലാം വന്നിട്ടുണ്ട്. അവര് ഇന്ന് പോലായി ശരിക്കും പറഞ്ഞാലും. മിനിഞ്ഞാന്നല്ല പേട്ട വ്യാഴാഴ്ച രാത്രി അല്ലേ? വ്യാഴാഴ്ച രാത്രി 1 മണിയല്ല അതിന്, വെള്ളിയാഴ്ച എന്ന് പറയാം. അപ്പൊ വന്നിട്ടുണ്ടായിനി. പിന്നെ ഇന്നലെ തക്കുടൂന്റെ അച്ഛൻ മരിച്ചതിന്റെ ഒരു കൊല്ലാന്ന്. അപ്പൊ അതിന്റെ അകത്ത് വെച്ച് കൊടുക്കലും ചടങ്ങാലും ഉണ്ടായിനി. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് തിരിച്ചു പോവുകയാണ്. ഉച്ചക്കത്തെ ട്രെയിനിന് പോവും. അപ്പൊ അതിന് മുന്നേ നമ്മൾ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് വരട്ടെ. വെയിലും മഴയെല്ലാം മിക്സഡ് ആയിട്ടുള്ള കാലാവസ്ഥയാണ് കേട്ടാ. ഇപ്പൊ മഴ ഒന്ന് ചാറ്റൽ മഴ ഉണ്ടായിനി, കുറച്ചു നേരം വെയിൽ കിട്ടി, പിന്നെ വീണ്ടും മഴ, അങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഫുള്ള് നല്ല വെയിലാണ് ഉണ്ടായിനി. ഇന്ന് കുറച്ച് മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആകാശം എല്ലാം നല്ല മഴക്കാറ് കാണുന്നുണ്ട്. ഓ, പുതിയ വാച്ചെല്ലാം ഉണ്ടല്ലോ. ഏട്ടാ സ്മാർട്ട് വാച്ച് എല്ലാം മേടിച്ചിട്ടുണ്ടേ. നിച്ചു ഒരു കണ്ണുണ്ടായില്ല. ഇപ്പൊ നിച്ചു വെറുതെ ഇങ്ങനെ തോണ്ടി കളിക്കുന്നുണ്ട് അല്ലേ? കളിക്കേണ്ട സാധനമാണെന്ന് വിചാരിച്ചിട്ട്. റോഡ് നോക്ക്, നല്ല അടിപൊളി റോഡ്. ഇതാ പുതിയ റോഡിലേക്ക് കൂടിയാ പോകുന്നത്. അങ്ങനെ നമ്മള് മെട്രോപോളിസിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് ബ്ലഡ് കൊടുത്തിട്ട് വരട്ടെ. ബ്ലഡ് എടുത്തു കേട്ടോ. ഇതാ ഒട്ടിച്ചു. ചില സമയത്ത് ബ്ലഡ് എടുത്താൽ ഭയങ്കര വേദനയായിരിക്കും. ഇത് നല്ലോണം വേദന എടുത്തു. ചിലവർ നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കും. ചിലവരെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദന ആയിരിക്കും. ഇത് നല്ലോണം വേദന എടുത്തു. കുറച്ചധികം ബ്ലഡ് വേണ്ടി വന്നിന്. ഒന്ന് കുറേ സമയം എടുത്തു. ഞാൻ നോക്കിയിട്ടേ ഇല്ല, കണ്ണ് പൂട്ടി ഇങ്ങനെ നിൽക്കുക ചെയ്തേ. പോവട്ടെ, ലെറ്റ്സ് ഗോ. അമ്മമ്മ മോളും കൂടെ പഴയ ഫോട്ടോസ് എല്ലാം നോക്കിയിരിക്കുന്നു. എന്റെ തടി കണ്ടിട്ട് അമ്മ അയ്യോ പണ്ടത്തെ തടി പറഞ്ഞു കൊടുക്കുവോ? നല്ല തടി. ഇതെന്നാ ഇത് പ്രഗ്നന്റ്? അമ്മയുടെ കൊമ്പേല് ഇത് രസമല്ല. അമ്മ വീട്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തിയാന്ന്. ഇവർക്ക് മുന്നേ തടിച്ചു കുഞ്ഞാതി. വാ കുപ്പായം മാറ്റി റെഡിയാവുവാ. തടിച്ചു കുഞ്ഞ് ടങ് 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 വീണക്കല്ല വീഴിച്ചുട്ടി. നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി ഒന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ടാ. അപ്പം അവർക്ക് 12:30 ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ ഒരു 11:30 ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പോകുന്നുണ്ടേ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക്. അതുകൊണ്ട് നിശ്ചിതിന്റെ ഡ്രസ്സെല്ലാം ചെയ്യിച്ച് നിശ്ചിതി. ഓ മതി. ഉള്ള പുഴവും ക്ലിപ്പും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കെട്ടണം എന്നും പറഞ്ഞിട്ട്. ഇതെല്ലാം എവിടെയാണ് ഞാൻ തലക്ക് കത്തുണ്ടോ കള്ളി തന്നെ. നിച്ചൂട്ടിക്ക് ഞാനൊരു ഫാഷൻ മുടി കെട്ടലാണേ. മുന്നേ കെട്ടിയത് തന്നെയാണ്. മുമ്പിൽ കുറച്ചിങ്ങനെ എടുത്ത് കെട്ടിയേ. എന്നിട്ട് ബാക്കിലും അതുപോലെ ഒന്നെടുത്ത് കെട്ടുക അല്ലേ ചുട്ടി? ഒരു ദിവസം അംഗനവാടി പോകുമ്പോൾ ഇതുപോലെ കെട്ടിയിട്ട് പോയിനെ. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോഴേക്കും അതെല്ലാം ഇങ്ങനെ, അത് വേറെ കാര്യം. ഇങ്ങനെ 2 കെട്ട് കേട്ടോ. ആയിട്ടാ മുമ്പിൽ കെട്ടിയില്ലേ? എന്നിട്ട് ഇതാ ബാക്കിൽ കെട്ടുമ്പോൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ അതിൻ്റെ കൂട്ടത്ത് കൂട്ടുക. അന്ന് നിച്ച് മുടി മുറിക്കുന്നതിന് മുമ്പേ വൃത്തി കെട്ടാൻ പറ്റലുണ്ടേ. ഇപ്പം ചെറുങ്ങനെ ഇളകി വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു മുടികൾ. ഇങ്ങനെ കെട്ടുക. തിരിയല്ല, ഒരു സൈഡ് ഇങ്ങനെയായി. എന്നിട്ട് ഒരു കുഞ്ഞു ക്ലിപ്പും കൂടെ കുത്തി കൊടുക്കുക. യെസ്, ഒരു സൈഡ് കംപ്ലീറ്റ്. അടുത്ത സൈഡ് ഇങ്ങോട്ടൊക്കെ അങ്ങനെ മുടി കെട്ടിക്കഴിഞ്ഞോ. പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ലേ? വെറുതെ ഒന്ന് കെട്ടിയത്. നമ്മൾ അനങ്ങാണ്ടുന്ന പോലെ മുമ്പിൽ ഒരു പോർഷൻ കെട്ടി താഴോട്ട് വെക്ക്. ബാക്കിൽ കെട്ടി അതിൻ്റെ കൂട്ടത്തെ കൊട്ടി നടുക്ക് 2 ക്ലിപ്പും കുത്തിക്കൊടുത്ത്. സുന്ദരി ഓ കളിക്കുന്ന തിരക്കിലാവുമ്പോൾ നോക്കുകയില്ലേ, ആ ക്ലിപ്പും പുഴുവെല്ലാം എടുത്ത് കളിക്കുകയെന്ന്. ഇനി അമ്മ റെഡി ആവട്ടെ. കേട്ടോക്കെ എന്നാ ചെയ്യുന്നേ? ലിപ്സ്റ്റിക്കാ? കള്ളി പെണ്ണേ. ലിപ് ബാമാണ് കേട്ടാ. പക്ഷെ കളറൊന്നും ഇല്ലാത്ത ഒരു ലിപ് ബാമാണ് ഉപയോഗിക്കും. എത്ര തേച്ചാലും കളറൊന്നും വരൂല. അങ്ങനത്തെ ഒരു സാധനമാണ്. ഒരു മോയ്സ്ചറൈസർ പോലത്തെ ഒരു സംഭവം, മോയ്സ്ചറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത് വെറുതെ ആക്ഷൻ ആക്കാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട്
കള്ളി പെണ്ണ്. എത്ര വയസ്സായി എനിക്ക്? 1 ഇപ്പൊ കള്ളി പെണ്ണ്. അമ്മ റെഡിയായ? 10:30 ആയിട്ടു. ഞാനും അമ്മയും ഒരു ബഗിടായി. നമ്മള് 10:50 എന്ന് വിചാരിച്ചിട്ട് വേഗം ചടവട മാറ്റി 11:15 പോണ്ടേ വെച്ചിട്ട്. അപ്പൊ 9:50 ഉണ്ടായത്. ബഗിടായി പോയി. നിന്റെ പരം കൂടിയ പിന്നെയാണ് ബഗിടായി. പണ്ട് കുറച്ച് ഡീസന്റ് പോടാ. നമ്മൾ രണ്ടാള് വെറുതെ നോക്കി. അപ്പൊ സമയം ആയില്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ്. നമ്മളന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് മേടിച്ച സാരി അല്ലോ അമ്മ. അമ്മക്ക് സർപ്രൈസ് ഷോപ്പിങ്ങിന് മേടിച്ച സാരിയാണിത്. അമ്മ ആദ്യമായിട്ട് കൊടുക്കുന്നതാണ്. എന്റെ ഒരു പഴയ കുപ്പായം റെഡി ആയതിന് ഷോളും കൂടെ ഉണ്ട്. ഞാൻ 2 ഇഡലി എന്നിട്ടെ. രസമുണ്ടല്ലോ ഈ സാരി. ആ ഒരു വൈറ്റില് പ്രിന്റ് ആവുമ്പോ അമ്മേന്റെ ഇഷ്ടത്തിന് എടുത്തതാണ്. അമ്മക്ക് ഇഷ്ടമായിന്ന് പറഞ്ഞിട്ട്. രസമുണ്ട് സാരി. രസമുണ്ട്. ആ മടങ്ങിട്ടാ നമ്മ താഴെ. രസമുണ്ട്. ഇങ്ങനെ ജസ്റ്റ് പോകുമ്പോ എടുക്കാനല്ല നല്ലുണ്ട്. ആ ബ്ലൗസ് അതിന് മാച്ച് തന്നെയാണ്. കളറ് അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടാണ്ട്. പക്ഷെ രസമുണ്ട്. കാണാൻ രസമുണ്ട് എടുത്തിട്ട്. അച്ഛനും മോളും കൂടെ റോഡിൽ പോയിട്ട് ഫോട്ടോഷൂട്ട് ആക്കുന്ന അമ്മേനെ കാണാണ്ട്. കള്ളന്മാരേ ചിരിക്ക്. അച്ഛനെ ക്യാമറ നോക്കി ചിരിക്ക്. എങ്ങനെ പിടിക്കല്ല, കൈ താത്തിയിടും. കണ്ടാ കാണിക്ക്, ഫോട്ടോ കാണിക്ക്. കളി വേണേ എന്റെ ഫോട്ടോ. ഏയ് മോളെ വീഴല്ല. കാണുന്നില്ല കേട്ടാ. ക്ലിയർ ഇല്ല. അവിടെ നോക്കുന്നു. മോളെ വഴുതും. വീഴല്ല ചളിയുണ്ട് പൊന്നാ. കളി പെണ്ണേ. കാണുന്നില്ല അമ്മ. തക്കടു ഏട്ടനും കൂടെ രാവിലെ തന്നെ തക്കടുവിന് വീട്ടിൽ പോയിട്ടുണ്ടായിട്ട് അതാ ഇത്ര നേരം കാണാതിരുന്നത്. അപ്പോൾ അവർ ഏകദേശം പോട്ട സമയമാകുമ്പോഴേക്കാണ് എത്തിയത്. അപ്പോൾ വേഗം റെഡി ആയിട്ട് വാതിലെല്ലാം പൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങി കണ്ണൂരേക്ക്. ഉച്ചക്ക് ശേഷം നല്ല എല്ലാരും ഇറങ്ങുമല്ലോ എവിടെയെല്ലാം പോവാനും എല്ലാം ആയിട്ട്. അപ്പൊ നല്ല തിരക്കുണ്ടാവും എന്തായാലും. പക്ഷെ ഇന്ന് നല്ലുണ്ട്. മഴക്കാറും ഉണ്ട്, വെയിലധികം ഇല്ല എന്തായാലും. അതുകൊണ്ട് നല്ല കാലാവസ്ഥ. ഒരു സെൽഫി എടുത്തു അവരോട്. സന്തോഷായിക്കോട്ടെ. ശരിയാ, ശ്രദ്ധിച്ചു പോണേ. ഇനി മോള് താച്ചുണ്ടോ മാമൻ കഴിക്കാൻ പോകുന്നത്? സ്റ്റേഷനിൽ എത്തി അവരിറങ്ങി. തിരക്കായതുകൊണ്ട് നമുക്ക് വണ്ടി വെക്കാൻ പറ്റൂല ഇവിടെ. കുക്കും അപ്പുറം ഉണ്ട് അത്ര. തിരക്കായതുകൊണ്ട് നമുക്ക് വണ്ടി വെക്കാൻ പറ്റാത്തോണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിട്ടാട്ടോ. നനിച്ചു പാർക്കില ഈ ഉച്ചക്ക ഈ വെയിലെത്താ നമുക്ക് നോക്കാട്ടാ. മരത്തണലുണ്ടെങ്കിൽ അടിയിരിക്കാം. തണലുണ്ടാവോ നോക്കാട്ടാ. എന്റെ മോള് കൊറേ നാളായി പറയുന്നല്ലേ. എന്നാ നിച്ചുവിന്റെ പാദസരം എടുത്തിനങ്ങ് മാറ്റായിരുന്നു. അല്ല വെറുതെ ഏതായാലും സമയം ഉണ്ടല്ലോ അല്ലേച്ചോ. മോളെ പാദസരം പൊട്ടിപ്പോയി അല്ലേ കുഞ്ഞിക്കാലിന്. കളിപ്പേണേ അതാണ് പ്രശ്നം. വീഴും പോനാ. അയ്യ നിച്ചു ഇവിടുന്നെല്ലാം കൈ പിടിക്കണം. നമ്മയുടെ പയ്യാമ്പലം പാർക്കിൽ വന്നു. നിച്ചുവിനെ കുറച്ചേരം കളിപ്പിക്കാം. നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടില്ലല്ലോ. അതുകൊണ്ട് സമയമാക്കാൻ വേണ്ടിട്ട് കുറച്ചേരം പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ വണ്ടി വെക്കാൻ പറ്റിട്ട് അവിടെ എന്തോ ഒളിമ്പിക്സിന്റെ പോന്നെയോ എന്തോ ഉണ്ട്. കൊറേ ഭയങ്കര റഷും പാർക്കിങ്ങും ഇല്ല. നിച്ചു കൊറേ നാളായി. നനവുണ്ടാ? ആ മഴ പെയ്ത നനവുണ്ടാവും ചിലപ്പോ. മോള് നോക്കി ഏതാ ഉള്ളേന്ന്. സ്ലൈഡിൽ നിറങ്ങാനാ എന്റെ മോള് വന്നേ. ഓക്ക് സ്ലൈഡാ വേണ്ടേ. വെള്ളം ഉണ്ട് കേട്ടോ അതില്. ഓ ഇത് കടകട തന്നെ. അത് ഇവിടുന്ന് പിടിച്ചാ മതി. അത് മഴ പെയ്തിട്ട് അവിടെ കുറച്ച് ജില്ലയൊന്നും കിട്ടാ മതിയായിരുന്നു. ഒരാള് പേടിച്ച് ശരിക്കും നോക്കറിയപ്പ. അമ്മ എന്നാ കളിക്കുന്നേ? പാർക്കിൽ വരണം മറ്റു വലിയ ആളായിട്ട് വരും. എന്ത് കേറുമില്ല പേടിത്തോണ്ടി.
ആ ഊഞ്ഞാല് വീട്ടിൽ നടിയാ പോരെ, ഇങ്ങോട്ട് വരണ. ഊഞ്ഞാലാടുവാ. ഈ ഊഞ്ഞാലിൽ നിച്ചുവിന് വേണ്ട പോലും. ബാക്കിലില്ല ഊഞ്ഞാല് വേണം. തൽക്കാലം ഞാൻ ആടട്ടെ. ഏതായാലും ഞാൻ വന്നേല്ലേ, ഞാനാടാ. കളിപ്പൂച്ചേ ഏണ്ണുണ്ട്. നിച്ചു വിശക്കുന്നുണ്ടോ? മാമൻ തിന്നാൻ പോവാ? വിക്കറ്റൊന്നുമല്ല, ഉച്ചയായി, ചോറുണ്ണാനായി. വാ. പാർക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയാണ് കേട്ടോ. വലിയ വെയിലും ഒന്നും ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, സ്റ്റേഷനിൽ എന്തോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നതാണോ പോന്നതാണോ അല്ല, എന്തോ സ്പോർട്സിൻ്റെ പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറേ ആൾക്കാരും എൻട്രൻസിൽ തന്നെ നിറച്ചും വണ്ടികളും. അതുകൊണ്ട് തീരെ വണ്ടി വെക്കാൻ ഗ്യാപ്പില്ല. പിന്നെ ഏട്ടൻ പുറത്ത് അങ്ങ് എവിടെയെങ്കിലും കൊണ്ട് വണ്ടി വെക്കേണ്ടി വരും. പിന്നെ ഏട്ടന് സ്റ്റേഷനിലേക്ക് വരാനും പറ്റൂല. പിന്നെ ഏകദേശം അവർ ട്രെയിനിൻ്റെ സമയമായല്ലോ. അപ്പോൾ അഗേട്ടൻ പറഞ്ഞു ഇറങ്ങണ്ട, നിങ്ങൾ വേഗം വിട്ടോ, വണ്ടി വെക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ ഇറങ്ങാണ്ട് അങ്ങനെ വിടുക ചെയ്തേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നാലും നമ്മൾ വരുവും വേണ്ടേ. അവർ ഫുള്ള് സെറ്റപ്പായിട്ട് 3rd പ്ലാറ്റ്ഫോമിലാണ്. അവിടെ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ആ മരത്തിന്റെ ഉള്ളിലൊന്ന് വേറൊരു ചെടി കണ്ടോ? നല്ല രസമുണ്ട് കാണാൻ. അതാ ആ മരത്തിന്റെ ഉള്ളിലേക്ക് കൂടെ വേറൊരു ഓല പോലെ പുല്ലിന്റെ അമ്മയും കുഞ്ഞുണ്ടായില്ല കേട്ടാ. അതിനെ കുറച്ചു കാലം നല്ല അമ്മയും കുഞ്ഞുണ്ടായിട്ട് അവിടെ ശില്പുണ്ട്. അച്ഛനും മോളും കൂടെ അങ്ങ് നടക്കുന്നുണ്ട് കേട്ടാ. അയിലെല്ലാം നടക്കുന്നുണ്ട്. പോയി നോക്കട്ടെ. ഞാനും അമ്മയും അച്ഛനും കൂടെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. നല്ല കാലാവസ്ഥ കേട്ടോ, വെയിലില്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പോയി നോക്കട്ടെ അവരാ. നീ എവിടെ പോയിനി? എന്നിട്ട് കളിച്ചിനാ? ഇതെയാ? ചന്ദ്രശേന പാക്കിൽ വേണ്ടിട്ട് ചന്ദ്രശേനടാ എന്നാടാ അവിടെ എന്തോ ഉണ്ടല്ലേ, നമുക്ക് നോക്കാം. ബീച്ചിൽ നമുക്ക് മഴയെല്ലാം പോയിട്ട് ഒരു ദിവസം വരാം. മഴക്കാലം കഴിയട്ടെ, എന്റെ ബീച്ചിൽ വരാം കേട്ടോ. ഓക്കേ. 2 വീലർ പാർക്കിംഗ് ഈ വളവില്. നല്ല ക്ലൈമറ്റ് അല്ലേ മേ? മഴ ഇത് വെയിലില്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട്. മഴയും വെയിലും ഇല്ല. അതാണ് അമ്മ ബദാമ മേണിച്ചത്. ഇഷ്ടം പോലെ ബദാമ. അതെല്ലാം വേസ്റ്റ് അല്ലേ നമ്മളെ? പണ്ട് കുത്തിപ്പൊട്ടിച്ച് തിന്നുന്ന സാധനം. വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം. ഇതാ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാം. നമുക്ക് റാന്തല്, ഇതാണ് റാന്തല്. വെള്ളം വീഴുന്നുണ്ടാ? നല്ല രസമാണ് ആംബിയൻസ് കാണാൻ വേണ്ടിട്ട്. നോക്കാം, ഇറങ്ങി നോക്കാം നമുക്ക്. ചവിട്ടിയല്ലാടാ, അത് ഒരു ഓട്ടയാണ്. അത് താഴേക്ക് വെള്ളം പോകാൻ പറ്റും. ഇങ്ങോട്ടൊക്കെ അച്ഛനോക്ക്. അങ്ങനെ നമ്മൾ റാന്തലിൽ കയറിയിട്ടിരുന്ന് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ. അത് എല്ലാ ദിവസവും 365 ദിവസവും അവിടെ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. മഴയുള്ളപ്പോൾ മാത്രമല്ല കേട്ടോ, മഴയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം അത് പൈപ്പ് വഴി ഇങ്ങനെ മേലോട്ട് പോയിട്ട് വീണ്ടും ഇങ്ങനെ മഴ പോലെ പെയ്യുന്ന സെറ്റപ്പാണ്. ഇവിടെ പോകുന്നവരെല്ലാം മെയിനായിട്ട് അത് കാണാനുള്ള ഒരു കൊതിക്ക് ആ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നവരായിരിക്കും. പിന്നെ ഫുഡും നല്ലതാട്ടോ. പക്ഷെ നമ്മളിപ്പോൾ വന്നിട്ട് കുറേ നാളായി. നമ്മൾ മിക്കവാറും കണ്ണൂരിൽ പോയി അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ച് അങ്ങനെ വരികയല്ലേ ചെയ്യുക. ഇത് തളാപ്പിലാണ് ഈ സ്ഥലം. പക്ഷെ നല്ല രസമായിട്ടാ. നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയും ചെയ്തു. അപ്പുറത്തിരിക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, നമുക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. നല്ലൊരു തണുപ്പും പിന്നെ മേൽക്കൂരയെല്ലാം കണ്ടില്ലേ, ഓടാന്ന് കേട്ടോ. നല്ല രസമാണ്. പിന്നെ റാന്തൽ ആണല്ലോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഫുള്ള് റാന്തലെല്ലാം വെച്ചിട്ടുണ്ട്. നിച്ചുട്ടിക്ക് അവർ ഒരു ഹൈ ചെയറെല്ലാം കൊണ്ടു കൊടുത്തു. പിന്നെ കിഡ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേറ്റും ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് അതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അവർ കസ്റ്റമർ സർവീസ് നല്ല അടിപൊളിയാന്ന് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എല്ലാവരും വന്ന് നമ്മളോട് വർത്താനം പറയും, മിങ്കിളെല്ലാം ചെയ്യുന്നതെല്ലാം നല്ലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിച്ചുട്ടിക്ക് ചെയറും പാത്രവും കിട്ടിയതോടെ നിച്ചുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഈ റാന്തലിൽ വരുമ്പോൾ എനിക്ക് പഴയ കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കല്യാണത്തിന് മുന്നേ എല്ലാം ഞാനും അമ്മയും അച്ഛനും ഏട്ടനും, അല്ലെങ്കിൽ ഞാനും ഏട്ടനും അമ്മയും മാത്രമൊക്കെ ആയിട്ട് കുറേ പ്രാവശ്യം വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു അത്ഭുതമായിരുന്നു ആ ഒരു സമയത്തെല്ലാം. നമ്മൾ പയ്യന്നൂരിന്ന് ഹോട്ടലിലെല്ലാം പോയിട്ട് ഫുഡ് കഴിച്ചത് തന്നെ വളരെ അപൂർവമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നെല്ലാം ഫുഡെല്ലാം കഴിച്ചപ്പം വലിയ എന്തോ എവിടെയോ ഒരു സംഭവം പോലെയെല്ലാം ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ ഹോട്ടലിൽ നിന്നൊന്നും കഴിച്ച് ശീലം ഉണ്ടായിട്ടില്ലല്ലോ.
അങ്ങനെ റാന്തലിന് നല്ല ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ഞാനും ഏട്ടന് ഫിഷ് ബിരിയാണി അയച്ചേ, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അമ്മേന്റെ ഫ്രൈഡ് റൈസും ടൊമാറ്റോ കറിയും ഫ്രൈയും നല്ല ഉണ്ട് അല്ലേ? നല്ല ഫുഡ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ റാന്തലിൽ വരുന്നത്. പണ്ട് വരുത്തുണ്ട് അല്ലെ, സ്ഥിരം അധികം കല്യാണത്തിന് മുന്നേ എല്ലാം കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഫുഡായി. പിന്നെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് നീച്ചോട്ടിക്കെന്നാ പറഞ്ഞു കൊടുക്കില്ലേ അവർക്ക് കാണുന്നവർക്കാ നിച്ചുട്ടി പണ്ട് അച്ചച്ചി അമ്മമ്മയും അച്ഛനെയും അഖില വിളിച്ചനെയും കൊണ്ട് ഇവിടെയാ താമസിച്ചേ. അന്നേരം ശ്രീലയം വീട് ഉണ്ടായിട്ടില്ല തളാപ്പില്. അതിന്റെ അടുത്ത് തന്നെ അല്ലേ അമ്മ? കുറച്ചപ്പുറത്ത് തന്നെ ആയില്ലേ ആ റോഡില് ഒരു ക്വാർട്ടേഴ്സ് ചൈതന്യ ഹോസ്പിറ്റലിന്റെ അടുത്ത്. അതൊരു ഓർമ്മ. ഇവിടെ എത്തുമ്പോ മക്കളെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് പണ്ട് സ്ഥിരം ഇവരെ ആവാസ കേന്ദ്രം. അന്നേരം റാന്തലുണ്ടോ? ഇല്ല റാന്തൽ അടുത്ത കാലത്ത് വന്ന അവിടെ അച്ഛൻ്റെ നമ്മള് തിരുവാതിര ഇവിടത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ്, തിരുവാതിര റെസ്റ്റോറന്റ്. അപ്പൊ നമ്മളില്ല, അപ്പൊ നമ്മളുണ്ടായിട്ടില്ല. അമ്മ കൊറോത്തുണ്ടായിനി, നീ ഉണ്ടായിട്ടില്ല. എവിടെയും ഇല്ല. പാപ്പശ്ശേരി വന്നതിന് ശേഷം ഇച്ചു എവിടെയും ഉണ്ടായിട്ടില്ല. അന്നേരം ഇച്ചു ഇപ്പല്ലേ ജനിച്ചേ? 2021 ഇച്ചു ജനിച്ചേ. എന്റെ മോളെ ക്ഷമ നശിച്ചു. വേഗം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇടക്കിടക്കല്ലോ ഓട്ടെ ആക്കി ഓൾറെഡി. ഇതെന്താ നിച്ചട്ടി? 4 4 ഉണ്ട്. ഇളനീർ പുഡിങ്. ഇച്ചിരി ഒന്നാ വേണ്ടേ? അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് എല്ലാവരും കൂടെ പുഡിങ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അധികം മധുരമൊന്നുമില്ല, കുറച്ച് ലൈറ്റ് മധുരത്തിലുള്ള ഒരു പുഡിങ്. ഞാൻ ആദ്യമായിട്ട് കഴിച്ചൊരു പുഡിങ്ങും ഇളനീർ പുഡിങ്ങാണ് ഇതേ സ്ഥലത്ത് നിന്നാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ 3-4 ആൾ കൂടി റാന്തലിൽ പോയിട്ടുണ്ടായിന് കല്യാണത്തിന് മുന്നേ. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടുന്ന് ഒരു പുഡിങ് ഞാൻ ആദ്യമായിട്ട് അന്നേരമാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേ സാധനം ഇപ്പം വീണ്ടും ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷം അവിടുന്ന് വീണ്ടും കഴിച്ചു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി പുഡിങ്, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഇനി നമുക്ക് 1-2 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, ബന്ധുക്കളെ വീട്ടിൽ. അവിടെയെല്ലാം പോയിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ വൈകുന്നേരം ഒരു 4:30 ആകുമ്പോഴേക്ക് തിരിച്ചെടുത്തിട്ട് 4 മണി 4:30 ആകുമ്പോഴേക്ക് നേരെ മൊറാഴ പോയി അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക്. അവിടെ കുറച്ച് ബന്ധുക്കളെല്ലാം ഉണ്ട്, അവരെല്ലാം കണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ചായയെല്ലാം കുടിച്ച് വൈകുന്നേരത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ഒരു ഔട്ടിങ്ങും ഒക്കെയുള്ള മിക്സ് ആയിട്ടുള്ള വ്ളോഗായിരുന്നു. അവർ പോയപ്പം ഒരു സങ്കടം. അവർ വന്നിട്ട് 2 ദിവസം നിന്നിട്ട് പോകുമ്പം എന്തോ ഒരു പോലെ. ഞാനും അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതാന്ന് പറഞ്ഞിട്ട് പോയി 2-3 ദിവസം. ഇനി ഇപ്പൊ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ വേറെ ഫ്രീ ആയിട്ട് കുറച്ചധികം ദിവസം ലീവ് എടുത്തിട്ട് അങ്ങനെ ഒരുമിച്ച് കിട്ടുമ്പോൾ അങ്ങനെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മമ്മയും മോളെയും കലാപരിപാടി ഞാൻ കാണിച്ചു തരാം. ഇതാ അമ്മമ്മേന്റെയും മോളെയും മെയിൻ പരിപാടി. ഇതാ കലാവിരുതാണ്. അമ്മമ്മ വരക്കും, ഇടക്ക് നിച്ച് കളർ കൊടുക്കും അല്ലെ? മൂഡ് ഉണ്ടെങ്കിൽ കൊടുക്കും. ഇതാ അമ്മമ്മേന്റെ ഉള്ളിലെ ചിത്രകാരി പുറത്തെടുക്കുകയാണ് ഇപ്പം. ഇതാ പണ്ട് സ്കൂളത്തെ അയവർക്കാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഫ്രീ ഹാൻഡ് ആയിട്ട് അമ്മ വെറുതെ ഓള് പറയുമ്പം ഇങ്ങനെ വരക്കുന്നതാണല്ലേ ചുട്ടേ? വെറുതെ വരക്കും, എന്നിട്ട് കളർ കൊടുക്കും. ഇതാ മയില് നല്ലുണ്ടല്ലോ, മയിലിന് നല്ലുണ്ട്. ആ കണ്ടു, തവളയുണ്ട്. ഇതിപ്പൊ നിച്ചു കളർ കൊടുത്തതാണല്ലേ? നിച്ചു കളർ. ഇതൊന്നല്ല, കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കംപ്ലീറ്റ് ആയിട്ട്. ഇതിപ്പൊ 2 ദിവസത്തെ പരിപാടിയാണ് ഇത്. തക്കട് വരുമ്പോ ഒരു ഡ്രോയിങ് ബുക്കും കളറെല്ലാം കൊണ്ടു കൊടുത്തതാ. അതിന്റെ പരിപാടിയാണ് അമ്മമ്മയും മോളും. നല്ല ആന കുളിക്കുന്നല്ലുണ്ടാ, നല്ലുണ്ട്. അത് ഈ മയിലിന് നല്ലുണ്ട് കാണാൻ. ഫ്രീ ഹാൻഡ് ആയിട്ട് വരക്കുന്നല്ലേ പെട്ടെന്ന്. നല്ലുണ്ട്, മയിലിന് നല്ലുണ്ട്. കുഞ്ഞുമക്കളെ പഠിപ്പിക്കുമ്പോ രസമുണ്ട് കാണാൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.